ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമുക്കിന്ന് കൂൾ ബാറിൽ കിട്ടുന്ന അതേ രുചിയിൽ ചിക്കൻ റോള് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്കിതിലേക്ക് മാവ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഈ കപ്പിന് 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി 1 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കുറേശ്ശെയായി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഒരു 2 മണിക്കൂർ ഒന്ന് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ, ചോപ്പ് ചെയ്ത ചിക്കൻ, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചോപ്പ് ചെയ്ത ക്യാരറ്റ്, ചോപ്പ് ചെയ്ത സവാള, മല്ലിയില, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, പച്ചമുളകും ചെറുതായി അരിഞ്ഞത്. ഇനി ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 3 മീഡിയം സവാളയാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാനിവിടെ ചോപ്പ് ചെയ്തിട്ടുള്ളത്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചോപ്പ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 200 ഗ്രാം ചിക്കനാണ് ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. എല്ലാ ബോൾസുകളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്ത ശേഷം നമുക്ക് ഫില്ലിങ് ഒരു സൈഡിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം.
എല്ലാ ബോൾസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി 2 കോഴിമുട്ട, ബ്രെഡ് ക്രംസ് എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. കൈ വെച്ച് തന്നെ അടിച്ചെടുക്കാം. ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്ത് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായ ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. ക്രിസ്പിയായ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.